പലപ്പോഴും ഞാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ ഒരു കരച്ചിലായിരുന്നു അമ്മയുടെ മറുപടി. പക്ഷെ ഇന്ന് ഒരു ഗ്രാമം മുഴുവൻ നോക്കി നിൽക്കുക. എന്നെ തന്നില്ലാത്തൊന്ന് വിളിച്ച് ഇതിലും ഭേദം ജനിച്ചപ്പോ തന്നെ എന്നെ കൊല്ലായിരുന്നില്ല അമ്മ. എല്ലാം എനിക്ക് നഷ്ടപ്പെട്ടിട്ടേ ഉള്ളൂ. എല്ലാം. പറയാൻ വയ്യെങ്കിൽ വേണ്ടമേ. ഇനിയുള്ള കാലം മുഴുവൻ ഞാൻ ഈ അപമാനവും പേറി ഒരു പിഴച്ചുപെട്ട സന്തതിയെ ജീവിച്ചോളാം. നൊന്ത് പെറ്റ് താലോലിച്ചു വളർത്തി എന്നേക്കാൾ അമ്മയ്ക്ക് വലുത് അമ്മയുടെ സ്വാർത്ഥമാണല്ലോ. അമ്മ കരയരുത്. എനിക്ക് അച്ഛനില്ലെന്നല്ലേ ഉള്ളൂ, അമ്മയുണ്ടല്ലോ. ഞാൻ ഒരിക്കലും അമ്മ വിട്ടു പോവില്ല. അങ്ങനെ പോയാ ഈ ലോകത്ത് എനിക്കിന് വേറെ ആരും ഉണ്ടാവില്ല അമ്മ. എന്നാലും ഒരാഗ്രഹം, എനിക്ക് ജന്മം നൽകിയ ആ മനുഷ്യന്റെ പേരൊന്നറിയാൻ. നിന്റെ അച്ഛനെ അപമാനിക്കില്ലെന്ന് അമ്മയ്ക്ക് സത്യം ചെയ്തു തരണം. ഇല്ല, സത്യം. ഇവിടെ ആവുമ്പോ പോലീസിന് പെട്ടെന്ന് സംശയം ഉണ്ടാവില്ല. പിന്നെ ഞാനിവിടെ ഉണ്ടെന്ന് ഗോപിയോടും വർഗീസ് സാറിനോടൊന്ന് പറയണം. ശരി തമ്പ്ര. ഇപ്പോഴല്ല, നാളെ. തമ്പ്ര, 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 പോലീസ് നാട് നീളെ തരുന്നുണ്ട്. തമ്പ്രാൻ കുറച്ചു ദിവസത്തേക്ക് പുറത്തേക്കൊന്നും ഇറങ്ങില്ലേ. മോളെ, തല പോയാലും തമ്പ്രാൻ ഇവിടെ ഉണ്ടെന്ന് ആരോടും പറയല്ലേ.
അമ്മേ 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 പ്രസ് കോൺഫറൻസ് കഴിഞ്ഞാൽ നമുക്ക് എന്താ പ്രോഗ്രാം? സാർ ആ സെന്റ് മേരീസ് ഓർഫനേജില് അഭിവാദ്യങ്ങൾ അഭിവാദ്യങ്ങൾ കേരള മുഖ്യൻ അഭിവാദ്യങ്ങൾ. എന്തിനാടോ തൊണ്ട കളയണത്? ഇതൊക്കെ ഇലക്ഷൻ എടുക്കുമ്പോ പോരെ? അങ്ങോട്ട് മാറി നിൽക്കുക. ഒന്ന് മാറൂ. അവിടെ നിൽക്കണോ? എനിക്ക് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. ഒന്നും പറയണ്ട. ആരാ? അതൊരു ചാക്യാരാ, അവശകലാകാരന്മാരുടെ പെൻഷന് വേണ്ടിയാ. ഓ വരൂ. അപേക്ഷ അയച്ചിട്ട് കാലായി. ഇപ്പോ കൂത്തും കൂടിയാട്ടൊന്നും ആർക്കും വേണ്ടാലോ. വയസ്സുമായി. വീട്ടിലച്ച കഷ്ടത്തിലാണേ. എന്തെങ്കിലും പെൻഷൻ അനുവദിച്ച് കിട്ടിയാല്. സാങ്ഷൻ വിത്തിൻ 24 hours. യെസ് സാർ. വിഷമിക്കണ്ട, ശരി. ഓ തൽക്കാലം ദാ, ഇത് വെച്ചോളൂ. എന്റെ പൊന്നു ചങ്ങാതി, വാർത്തയാക്കാനത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയൊന്നും അല്ല, തികച്ചും വ്യക്തിപരമാണ്. ഈ തുമ്മുന്നതും ചീറ്റുന്നതും ഒക്കെ വാർത്തയാക്കുന്നതാണ് പത്രധർമ്മം എന്ന് വിചാരിച്ചാൽ ഇപ്പൊ എന്താ ചെയ്യാ? ഞാനും കുറെ കാലം ഈ കയ്യിലും കുത്തി നടന്നതാണ്. എന്താ സാർ? അല്ല, മഴ പെയ്യാൻ സാധ്യതയുണ്ട് എന്ന് പറയായിരുന്നു. നമസ്കാരം. അപ്പോ തുടങ്ങാം ഇല്ലേ നമ്പേരെ? തുടങ്ങാം സാർ. തുടങ്ങിക്കോ. സമ്പൂർണ്ണ മദ്യനിരോധനത്തെ സംബന്ധിച്ച് അങ്ങയുടെ അഭിപ്രായം എന്താണ്? സമ്പൂർണ്ണ മദ്യനിരോധനത്തെ പറ്റി നമ്പ്യാർക്കുള്ള പേടി എനിക്ക് മനസ്സിലാവും. കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പ്രവർത്തകരും മദ്യപിക്കില്ല എന്ന് തീരുമാനിച്ചാൽ പിന്നെന്തിനാ പ്രത്യേകിച്ചൊരു മദ്യനിരോധനം? മക്കൾ രാഷ്ട്രീയത്തെ പാർട്ടി അനുകൂലിക്കുന്നുണ്ടോ? ഇന്നാട്ടിലെ ഭൂരിപക്ഷം വരുന്ന സാധാരണക്കാരായ ജനങ്ങൾ ഞങ്ങളിൽ അർപ്പിച്ചിരിക്കുന്ന ഒരു വിശ്വാസമുണ്ട്. ഞങ്ങൾ അവരുടെ സേവകരാണ്. സമ്മതിദായകർ ഞങ്ങളുടെ യജമാനന്മാരാണ്. അല്ലാതെ അച്ഛൻ രാഷ്ട്രീയം, മക്കൾ രാഷ്ട്രീയം എന്നൊക്കെ പറഞ്ഞ് അധികാരം ധനസമ്പാദനത്തിനുള്ള മാർഗമാക്കുന്നവരോട് ഞങ്ങൾക്ക് യാതൊരു അനുഭവമില്ല. പാർട്ടിക്ക് ഒരു നയമുണ്ട്, ഒരു സിദ്ധാന്തമുണ്ട്. അതനുസരിച്ചേ ഞങ്ങൾ പ്രവർത്തിക്കൂ. ആദർശവാനാണെന്നും അഴിമതി ഇല്ലാത്തവനാണെന്നും എല്ലാ പത്രങ്ങളിലും അങ്ങയെക്കുറിച്ച് എഴുതുമ്പോൾ സ്വന്തം പാർട്ടിയിൽപ്പെട്ട ഒരു MLA തന്നെ അതിനെ നിഷേധിച്ച് പ്രസ്താവന ഇറക്കിയല്ലോ. ആഭാസനും തെമ്മാടിയുമായ ഒരു മകനെ തറവാട്ടിൽ നിന്ന് പടിയടച്ച് പിണ്ണം വെച്ചാൽ അവൻ പുറത്തിറങ്ങി കുടുംബക്കാരെ മുഴുവൻ ചീത്ത വിളിക്കുക എന്നുള്ളത് സാധാരണയാണ്. ആരൊക്കെ എന്തൊക്കെയാണെന്ന് ഇന്നാട്ടിലെ ജനങ്ങൾക്ക് വളരെ നന്നായിട്ടറിയാം. മറ്റൊരു പണിയും കിട്ടാതെ ഒരു സുപ്രഭാതത്തിൽ അലക്കിത്തേച്ച കുപ്പായം ഇട്ടുകൊണ്ട് രാഷ്ട്രീയം കളിക്കാൻ ഇറങ്ങിയ നേതാവല്ല ഞാൻ. ആദർശങ്ങളുടെ പേരിൽ തല്ലുകൊണ്ട് തിണുത്ത പാടുകൾ ഇപ്പോഴുമുണ്ട് മുതുകില്. ജീവിതത്തിന്റെ നല്ല പ്രായത്തിൽ പാർട്ടിക്ക് വേണ്ടി ജയിലിൽ കിടന്നിട്ടുണ്ട്. പാർട്ടിയുടെ സൽപ്പേര് കളങ്കപ്പെടുത്തുന്നവൻ ആരായാലും ശരി, അവനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുക തന്നെ ചെയ്യും. അതിൽ യാതൊരു സംശയവും വേണ്ട.